നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. നികുതി ലംഘനം ആരോപിക്കപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ ചോദ്യം ചെയ്യലിന് 1 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ ന്യൂസ് റൂം അടച്ച് BBC. ഇന്ത്യയിലെ ജീവനക്കാർ സ്ഥാപിച്ച സ്വകാര്യ കമ്പനിക്ക് BBCയുടെ പ്രസിദ്ധീകരണ ലൈസൻസ് കൈമാറി. 4 മുൻ BBC ജീവനക്കാർ സ്ഥാപിച്ച കളക്റ്റീവ് ന്യൂസ് റൂം അടുത്ത ആഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹിന്ദി, ഗുജറാത്തി, മറാഠി, പഞ്ചാബി, തമിഴ്, തെലുങ്ക് എന്നീ 7 ഭാഷകളിലെ BBCയുടെ ഡിജിറ്റൽ സേവനങ്ങൾക്കുള്ള ഉള്ളടക്കങ്ങൾ കളക്റ്റീവ് ന്യൂസ് റൂം നിർമ്മിക്കും. കമ്പനിയുടെ 26% ഓഹരിക്ക് വേണ്ടി BBC സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. മറ്റൊരു സ്ഥാപനത്തിന് പ്രസിദ്ധീകരണ ലൈസൻസ് നൽകുന്നത് BBCയെ സംബന്ധിച്ച് ആദ്യത്തെ കാര്യമാണെന്നും BBC തങ്ങളുടെ പിന്നിലുണ്ടെന്നും മാധ്യമപ്രവർത്തനത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കളക്റ്റീവ് ന്യൂസ് റൂമിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രൂപസ വ്യക്തമാക്കി. നേരത്തെ BBC ഇന്ത്യയുടെ സീനിയർ ന്യൂസ് എഡിറ്ററായിരുന്നു രൂപസ. ഇന്ത്യയിലെ ഡിജിറ്റൽ മേഖലയിൽ 26% FDI പരിധി ഏർപ്പെടുത്തിയ 2020 അവതരിപ്പിച്ച പുതിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപ നിയമങ്ങളാണ് BBCയുടെ ഇന്ത്യൻ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കാരണം. 200 ജീവനക്കാർ അടങ്ങിയ ഇന്ത്യയിലെ ബ്യൂറോയാണ് ലണ്ടൻ കഴിഞ്ഞാൽ BBCയുടെ ഏറ്റവും വലിയ ഓഫീസ്. 1940 മെയ് മുതലാണ് BBC ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത്. 2020 ഗുജറാത്ത് കലാപത്തെ മുൻനിർത്തിയുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ BBCയുടെ ഡൽഹിയിലെയും മുംബൈയിലെയും ഓഫീസുകൾ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. അതിന് പിന്നാലെ ED പരിശോധന നടത്തി. 60 മണിക്കൂറിലധികം നീണ്ട പരിശോധനയായിരുന്നു BBCയുടെ ഓഫീസുകളിൽ അന്ന് നടന്നത്. BBC ഇന്ത്യ ഓഫീസിലെ 2012 മുതലുള്ള സാമ്പത്തിക രേഖകളുടെ സർവേയാണ് നടത്തിയത് എന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ ഗുജറാത്ത് കലാപത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന ഡോക്യുമെന്ററി ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ BBC പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പരിശോധന ഉണ്ടായത്. ജനുവരി 18 BBC അന്വേഷണാത്മക ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം പുറത്തുവിട്ടത്. 2002 ഗുജറാത്ത് കലാപത്തെ പറ്റി ബ്രിട്ടൻ നടത്തിയ അന്വേഷണത്തെ ആസ്പദമാക്കിയായിരുന്നു ഡോക്യുമെന്ററി. തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു. അതല്ലേലും തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ED ഉപയോഗിച്ച് പൂട്ടുന്ന BJPയുടെ നെറികെട്ട രാഷ്ട്രീയമാണല്ലോ ഇന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇതിനൊരു മോചനം ഉണ്ടായേ പറ്റൂ, ഇല്ലേ രാജ്യം തന്നെ ഇല്ലാതാകും എന്നത് തീർച്ച.